ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്നലെ ദാവീദ് എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സിനിമ കാണാൻ വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ബുക്ക് മൈ ഷോയിൽ നോക്കുന്ന സമയത്ത് തൃശ്ശൂർ രാഗത്തിൽ ഹൗസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, നേരെ പെരിങ്ങോട്ടുകര ദേവ തിയേറ്ററിലേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഏകദേശം വരും. അവിടേക്ക് നേരെ വെച്ച് പിടിച്ചു. അങ്ങനെ ഞാനും മകനും കൂടി സിനിമയ്ക്ക് പോയി. സിനിമ കണ്ടു. മകന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. ഗംഭീര സിനിമയൊന്നുമല്ല, എങ്കിലും നല്ല സിനിമ തന്നെ. അതിനെ പറ്റിയുള്ളൊരു ജസ്റ്റ് എൻ്റെ ഒരു റിവ്യൂ ആണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണു ആണ്. അതുപോലെ ദീപു രാജീവൻ, ഗോവിന്ദ് വിഷ്ണു കൂടിയിട്ടാണ് സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സിനിമ ആൻ്റണി പെപ്പെ, സിനിമയിലെ നായകൻ, ദാവീദായിട്ട് അഭിനയിക്കുന്നതും ആൻ്റണി പെപ്പയാണ്. അപ്പോൾ ഗോലിയാത്ത് ദാവീദിൻ്റെ ഒരു കഥയുണ്ടല്ലോ, ആ കഥയെ ആസ്പദമാക്കിയിട്ടാണ് ആസ്പദം എന്ന് പറഞ്ഞാൽ ആ കഥ അല്ല, അതിൻ്റെ ഒരു തീം മാത്രം ഉപയോഗിച്ചിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശക്തനായ ദാവീദിനെ ഗോലിയാത്ത് ഒരു കല്ല് വെച്ച്, കവണാൽ വെച്ച് അടിച്ച് വീഴ്ത്തുന്നൊരു സംഭവമാണ്. ഈ സിനിമയിലെ നായകൻ്റെ മകൾ, ആ കുട്ടി സ്കൂളിൽ ടീച്ചർ കഥ പറയുന്നതാണ്. ഈ ദാവീദിന് ഗോലിയാത്തിന് കഥ പറയുമ്പോൾ കുട്ടി ആലോചിക്കുന്നതാണ് സ്വന്തം അച്ഛൻ, അതായത് വാപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. മുസ്ലിം കഥാപാത്രമാണ് ആൻ്റണി പെപ്പെ ആഷിഖ് അബു എന്ന കഥാപാത്രം ചെയ്യുന്നത്. ആഷിഖ് അബു എന്ന കഥാപാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടി തൻ്റെ വാപ്പിയെ ഈ കഥാപാത്രമായി കാണുകയും വീട്ടിൽ ചെല്ലുകയും, കുട്ടിക്ക് അത്രമാത്രം ഹീറോ ആണ് കുട്ടിയുടെ, ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ അത്ര വലിയ ഹീറോ ആണ് വാപ്പി, സ്വന്തം അച്ഛൻ ആൻ്റണി പെപ്പെ അവതരിപ്പിക്കുന്ന ആഷിഖ് അബു എന്ന കഥാപാത്രം. അപ്പോൾ അബു സ്ഥിരമായി ജോലിയും പണിക്കൊന്നും പോകാത്തൊരു വ്യക്തിയാണ്. ഭയങ്കര മടിയനാണ് അബു. ഫുൾ ടൈം കിടന്ന് ഉറക്കമാണ്. അവനാകെ കൂടി താല്പര്യമുള്ളത് വല്ല സിനിമയുടെ വല്ല ബോഡി ഗാർഡൊക്കെ ആയിട്ട് വല്ല അങ്ങനത്തെ പ്രോഗ്രാംസിൽ മാത്രമേ പോവുള്ളൂ. ബാക്കിയുള്ള പരിപാടികൾക്കൊന്നും പോവില്ല. ബോഡി ഗാർഡായിട്ടുള്ള നിൽക്കുന്ന വല്ല സെക്യൂരിറ്റി ബോഡി ഗാർഡ് കാര്യങ്ങൾക്ക് മാത്രമേ ആൾ പോകാറുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ കിച്ചു ടെല്ലീസിൻ്റെ കഥാപാത്രം. കിച്ചു ടെല്ലീസാണ് ഈ ഇവന് പ്രോഗ്രാമൊക്കെ പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ആഷിഖ് അബുവിൻ്റെ, അതായത് അബുവിൻ്റെ എളാപ്പയാണ് സൈജു കുറുപ്പ്. ഇവർ രണ്ടുപേരും ശരിക്കും പണിക്ക് പോകണില്ലേ. ഈ അബുവിൻ്റെ വൈഫ് ലിജി മോൾ പണിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത്. ഇവന് കൃത്യമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം, ബോൺസറായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാമിൽ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ബോക്സർ ഈ പ്രോഗ്രാമിൽ വരികയാണ്. ഈ സിനിമയിലെ വില്ലൻ. അവിടെ നിന്നാണ് കഥയുടെ ടേണിംഗ് പോയിന്റ് വരുന്നത്. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ബോക്സിങ്ങിൻ്റെ ഈ ബോക്സിംഗ് രാജാവിനെ വെച്ചുള്ള ഒരു വലിയൊരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് ബോൺസറായി സ്റ്റേജിൽ കൂടെ നിൽക്കുന്നുണ്ടായിരുന്ന വ്യക്തിയാണ് അബു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ബോക്സിങ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ടെസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അബുവിനെ നിർത്തിയിട്ട് അബുവിനെ ബോക്സിങ് കൈകൊണ്ട് നല്ല പുഷുകൾ കൊടുക്കുകയാണ്. അങ്ങനെ മുഖത്തേക്കുള്ള ഇടി ടച്ച് ചെയ്യുന്നില്ല. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരു പേടിയും കൂടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ഈ വില്ലനായ ബോക്സർക്ക് ദേഷ്യം വരും. കാരണം ഇവൻ എത്ര വലിയ അത്ര വലിയ ബോക്സിങ് ചാമ്പ്യനായിട്ടും ഇവനൊരു പേടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരെണ്ണം കൊടുക്കുന്ന സമയത്ത് ഈ അബു തിരിച്ച് ഒരെണ്ണം കൊടുക്കും ഓന്തമ നോക്കിയിട്ട്. അതിൽ ഇത്ര വലിയ ബോക്സർ താഴെ വീഴും. ആ ബോക്സർക്ക് അത് വലിയൊരു അടിയായി. കാരണം ഇത്ര ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രാമിൽ ഇടികിട്ടാണ്. അപ്പോൾ വെല്ലുവിളിക്കാണ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് എന്നെ തിരിച്ചിടിക്കും, വലിയൊരു ഫംഗ്ഷൻ വയ്ക്കി, ആ ഫംഗ്ഷനിൽ നിന്നെ തിരിച്ചിടിക്കും, നീ അതിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് കോടികൾ ഞാൻ തരാം എന്നുള്ളൊരു ഇതൊക്കെയാണ്. അപ്പോൾ ഇവന് ആദ്യം അത് ഏറ്റെടുക്കാൻ ഇവന് താല്പര്യമില്ല. പക്ഷേ മറ്റുള്ളവരൊക്കെ നിർബന്ധിക്കും. അവസാനം മകളും വൈഫൊക്കെ അവർ സാമ്പത്തികമായിട്ട് അത്രയും
ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ഇവർക്ക് വേറെ മാർഗ്ഗമില്ല എന്നുള്ള രീതിയിൽ വൈഫും എല്ലാവരും നിർബന്ധിച്ച് ഇവനൊരു പിന്നാമ്പറുണ്ട്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. അപ്പോൾ ഈ തുടക്കത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാനുള്ളൂ. അത് നിങ്ങൾക്കൊരു ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവനെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ സഹായിക്കാൻ കോഴിക്കോട് നിന്ന് വരുന്നൊരു ബോക്സർ ആളുടെ അടുത്ത് ചെല്ലുകയും അവിടെ പഠിക്കുകയും അത് കഴിഞ്ഞിട്ടാണ് സിനിമയുടെ അവസാനം ഫൈറ്റും ക്ലൈമാക്സൊക്കെ വരും. ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്ത നല്ല ക്ലൈമാക്സ് ആയിട്ടുണ്ട്. എന്തായാലും സിനിമ വാച്ചബിളാണ്. ബോക്സിങ്ങും അതൊക്കെ ചെയ്യാൻ ആൻ്റണി പെപ്പ സൂപ്പറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. ആക്ഷൻ അടിപൊളിയിൽ ചെയ്യാൻ പെപ്പയ്ക്ക് അറിയാം. അഭിനയത്തിൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്യാൻ പെപ്പയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടും ബോക്സിങ്ങൊക്കെ നന്നായി ചെയ്തതുകൊണ്ടും മാത്രമല്ല മറ്റേ വില്ലനായിട്ടുള്ള ബോക്സർ ഗംഭീരമാണ്. ആൾ പെർഫോമൻസ് ആയാലും എന്തായാലും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അത് സ്വന്തം ശബ്ദത്തിൽ തന്നെയാണ് ഇംഗ്ലീഷിൽ ഡബ് ചെയ്തിട്ടുള്ളതും. പിന്നെ ബോക്സിംഗുകാരുടെ അവിടുത്തെ കാര്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നൊക്കെയുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ വിചാരിക്കും എങ്ങനെ ഇത് പോയി ഇവർ ചെയ്തു എന്നുള്ളത്. ഗംഭീരമായിട്ട് തന്നെ ഗോവിന്ദ് വിഷ്ണു ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ തന്നെയാണ്. എന്തായാലും നല്ല സിനിമ, ഗംഭീര സിനിമ അല്ലെങ്കിലും വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. എന്തായാലും ബോക്സിങ്ങും ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാം. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായാലും 10 ഒരു 6-6.5 മാർക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ.